മാത്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ്. ചോദ്യം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ചോദ്യം കാണാൻ കഴിയുന്നുണ്ട്. ഒരു ക്വാർട്ടർ സർക്കിൾ, ഒരു സർക്കിളിന്റെ 1/4 ഭാഗം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണ്. എങ്കിൽ ഇവിടെ ചെറിയ ഒരു സർക്കിൾ, സെമി സർക്കിൾ തന്നിട്ടുണ്ട്. ഇതിവിടെ വേറെ ഒരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളും വേറെ ഒന്നുമില്ല, ഈ ഒരൊറ്റ അളവ് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതിന്റെ ഏരിയ എത്ര എന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ ഏരിയ കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊരു സെമി സർക്കിൾ ആണ്, ഇതൊരു അർദ്ധവൃത്തമാണ്, വൃത്തത്തിന്റെ പകുതിയാണ്. ഇത് മറ്റൊരു അർദ്ധവൃത്തമാണ്, സെമി സർക്കിൾ ആണ്. രണ്ടെണ്ണത്തിന്റെ റേഡിയസ് ഈക്വൽ അല്ല. പിന്നെ ഇത് എവിടെയാ ഉള്ളത്? ഒരു ക്വാർട്ടർ ആയിട്ടുള്ള സർക്കിൾ, ഒരു വൃത്തത്തിന്റെ 1/4 ഭാഗം, 1/4 ഭാഗത്തിനകത്താണ് ഇത് രണ്ടും ഉള്ളത്. എങ്കിൽ ഈ രണ്ട് സെമി സർക്കിളും കഴിച്ചിട്ട് അതിൽ വരുന്ന കളറിന്റെ ഏരിയ എത്ര, പരപ്പളവ് എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, ഇതിനു വേണ്ടി ശ്രമിക്കുക, അങ്ങനെ ആൻസർ കണ്ടെത്തുക, മിടുക്കരാവുക. ഓക്കെ, ശരി. ഇപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ശ്രമിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുന്ന ഐഡിയ എന്തായിരിക്കും? ഇവിടെ ഉള്ളത് ഒരു സർക്കിളിന്റെ ക്വാർട്ടർ ആണ്, ഒരു വൃത്തത്തിന്റെ 1/4 ഭാഗമാണ്. ഇങ്ങനെയുള്ള 1/4 ഭാഗമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ റേഡിയസ് നമുക്ക് ആരം നമുക്ക് 6 ആയിട്ട് എടുക്കാം. നോക്കുക, ഇവിടെ ഈ വൃത്തത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്, റേഡിയസ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിന്റെ ഏരിയ പരപ്പളവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ 1/4 ഭാഗത്തിന്റെ പരപ്പളവ് കാണാൻ കഴിയും. കറക്റ്റ് ആണല്ലോ? ഓക്കെ, അത്ര പോരെ കിട്ടി. അപ്പൊ എന്ത് പറഞ്ഞാല് ഇതിന്റെ ഫുൾ വരുന്നതിന്റെ ഏരിയ, പരപ്പളവ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ? അതിൽ നിന്ന് ഈ സെമി സർക്കിളിന്റെ, അതായത് ഈ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്, ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. കൂടാതെ ഇതിന്റെയും ഈ ചെറിയ സെമി സർക്കിളിന്റെയും അർദ്ധവൃത്തത്തിന്റെയും പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി ഒന്നിച്ച് ചേർത്തിട്ട് ടോട്ടൽ വരുന്ന ഏരിയയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ, കുറച്ചാല് നമുക്ക് ആവശ്യമുള്ള ഈ കളർ ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ്, ഏരിയ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ റേഡിയസ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാലോ. സർക്കിളിന്റെ ഏരിയ എന്താ വരിക? πr². അതായത് പൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ആണ്. ഏകദേശം 3.14 എന്നോ 3.14 എന്നോ അല്ലെങ്കിൽ 22/7 എന്നോ പൈയുടെ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ പ്രോബ്ലങ്ങൾ ചെയ്യുക. അപ്പൊ പൈ എന്ന് പറയുന്നതിന്റെ ഒരു വില നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് നമുക്ക് എത്ര കിട്ടുക? ഇവിടെ 6 തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഇവിടെ π × 6² എന്ന് എഴുതാം. അപ്പൊ നമുക്കത് π × 6ന്റെ സ്ക്വയർ, 6ന്റെ വർഗം നമുക്കറിയാം 6 × 6 ആണ്. അത് നമുക്ക് 36 എന്ന് കിട്ടും. അപ്പൊ 36. അപ്പൊ നമ്മൾക്ക് അതിനെ സിംപ്ലിഫൈ എഴുതിയാൽ 36 π എന്ന് പറയുന്ന ആൻസറിലേക്ക് എഴുതാം. ഏതിന്റെ ഏരിയ? ഈ സർക്കിളിന്റെ ഫുൾ ഏരിയ. അതിൽ നിന്ന് ഈ ക്വാർട്ടർ 1/4 ഭാഗത്തിന്റെ ഏരിയ, ഇതിന്റെ ഏരിയ നമുക്ക് എത്ര എഴുതാം? 36 പൈയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 1/4 ഭാഗമാണിത്. അപ്പോൾ നമുക്ക് കിട്ടും 9 പൈ. 36നെ 4 കൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 9 × 4 = 36 ആണ്. 9 4 36 ആണ്. അതുകൊണ്ട് 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 9. അപ്പൊ 9 പൈ അവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് 9 പൈ കിട്ടി. അപ്പൊ നമ്മൾക്ക് ഈ ടോട്ടലിന്റെ ഏരിയ നമുക്ക് കിട്ടിയത് 9 പൈ. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ടുന്നത് എന്താ? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കലാണ്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ നോക്കുക, ഇത് ഒരു സർക്കിളിന്റെ
ഇത് നോക്കിയാ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഒരു സർക്കിളിന്റെ ടോട്ടൽ സർക്കിളിന്റെ പകുതിയാണ്. അതായത് ഇങ്ങ് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? ഇതൊരു സർക്കിൾ ആയിട്ട് നമുക്ക് കിട്ടും. ആ സർക്കിളിന്റെ ഏരിയയുടെ പകുതിയാണ് ഏത് വരിക? ഇത് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള എത്രയാണ് വരിക? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് എത്രയാ വരിക? 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് വരിക. അതായത് റേഡിയസ് 3 എന്ന് കിട്ടും. അപ്പോൾ ഈ ഫുൾ സർക്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് എത്രയാ വരിക? ഫോർമുല പൈ ആർ സ്ക്വയർ തന്നെയാണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്. അപ്പൊ പൈ ഇൻറ്റു റേഡിയസ് ഇവിടെ 3 ആണ്. അതായത് ഇത് 3 ആണ് വരിക. 3 ആണ്. പൈ ഇൻറ്റു 3 സ്ക്വയർ ഈക്വൽ ടു പൈ ഇൻറ്റു 3ന്റെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് 9 പൈ എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഏതിന്റെ? ഈ സർക്കിളിന്റെ റേഡിയസ് 3 ആയിട്ടുള്ള സർക്കിളിന്റെ ആരം 3 സെന്റിമീറ്റർ ആയ വൃത്തത്തിന്റെ പരപ്പളവ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9 പൈ ആണ്. ആ 9 പൈയില് നമ്മുടെ ചോദ്യത്തിൽ ആവശ്യമുള്ളത് ഏത് മാത്രം മതി? നോക്ക്, ചോദ്യത്തിൽ ആവശ്യം അതിന്റെ നേരിയ പകുതിയാണ്. അപ്പോൾ നമ്മളുടെ ഇതിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടും? ആ പറഞ്ഞിരിക്കുന്ന 9 പൈയുടെ പകുതി. അത് നമുക്ക് എത്ര കിട്ടും? 9/2 പൈ എന്ന് പറയുന്ന ആൻസർ, അല്ലെങ്കിൽ 4.5 പൈ എന്ന് എഴുതാം. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇതിന്റെ ഏരിയ ഞാൻ എഴുതുകയാണ് 9 π/2. ഓക്കെ, ഇതിന്റെ ഫുൾ ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, 9 പൈ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്? ഇതിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ റേഡിയസ് അറിയണം, ഇതിന്റെ ആരം എത്രയാണെന്നുള്ളത് അറിയണം. അത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നോക്കുക, ഇത് കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം കിട്ടണം. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം കിട്ടണമെങ്കിൽ ഈ നീളം കിട്ടണം. കാരണം എന്താ? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ട്? 6 ഉണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് 6 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും? 6 ഉണ്ടാവും. ആ 6ല് 6ല് ഇവിടത്തേക്കുള്ള നീളം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ നീളം ആ ടോട്ടൽ 6ൽ നിന്ന് ഈ ലെങ്ത് കുറച്ചാൽ മതി. ഈ നീളം നമുക്ക് കുറച്ചാൽ മതി. അപ്പൊ ഈ നീളം കിട്ടാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വഴിയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കുക, നമ്മൾക്ക് ആവശ്യം ഇതിന്റെ റേഡിയസ് ആണല്ലോ, ഇതിന്റെ ആരമാണല്ലോ ആവശ്യം. ആ റേഡിയസിനെ നമ്മൾക്ക് എന്തെടുക്കാം? ആർ എന്ന് നമ്മൾ വിളിക്കുന്നു വിചാരിക്കാം. ഇത് ആർ ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 6 തന്നെ ആയിരിക്കും. കറക്റ്റ്, സംശയമൊന്നുമില്ലല്ലോ. അതിന് നമ്മൾക്ക് എടുക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ എടുക്കുന്നത് എന്താ എടുക്കുന്നത്? റേഡിയസ് ഓഫ് സ്മോൾ സെമി സർക്കിള്. റേഡിയസ് സ്മോൾ സെമി സർക്കിൾ നമ്മൾ എന്തെടുക്കുക? അതായത് ചെറിയ അർദ്ധവൃത്തത്തിന്റെ ആരം, ചെറിയതിന്റെ ആരം നമുക്ക് എത്ര എടുത്തു? ഞാൻ എത്ര എടുക്കുന്നത്? ഈക്വൽ ടു ആർ എന്ന് എടുക്കുകയാണ്. അപ്പൊ ടോട്ടൽ എത്രയാ വരുന്നത്? 6 ആണ് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നമുക്ക് ഇത് 6 ആണ് നമ്മൾ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് 6 ആണ്. ആ 6ല് ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് 6 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ് വരിക? ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് 6 - 6. ഓക്കെ, ഇത് ടോട്ടൽ 6 ആണ്, ഇത് 6 ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്ന നീളം ഇവിടുന്ന് ഇവിടത്തേക്ക് ഞാൻ അങ്ങനെ ഇടുകയാണ് 6 - 6. കറക്റ്റ്, ഇത് 6 - 6 കിട്ടും. ഇത് ടോട്ടല് ഈ ടോട്ടലാണ് ഇവിടെയുള്ള 6. ഓക്കെ, ഇപ്പൊ ഇത് 6 - 6 എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്കറിയാം എത്രയാണ്? ഇവിടുന്ന് ഇവിടത്തേക്ക് 3 ആണ് വരിക അല്ലെ. ടോട്ടൽ 6 ഉണ്ടായിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് 3 ആണ് വരിക. നിങ്ങൾ ഇനി ആലോചിച്ച് നോക്കാം, ഇവിടുന്ന് ഇവിടത്തേക്ക് ഇവിടുന്ന് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? ഒരു റൈറ്റ് ട്രയാങ്കിള്, ഒരു മട്ട ത്രികോണം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു മട്ട ത്രികോണം നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആ മട്ട ത്രികോണത്തിന് ഞാൻ ഇങ്ങനെ വരക്കാം. അത് അവിടെ കണ്ടതിന് ഇങ്ങനെ വരക്കാം. ഇതിന്റെ നീളം 3 ആണ്, ഇതിന്റെ നീളം 6 - 6 ആണ്,
ഇതിന്റെ നീളം എത്ര എന്നുള്ളതാണ് അറിയേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും, 3 ഉണ്ടാവും. കാരണം എന്താ? ഇതിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും? 3. ഇവിടെ ഞാൻ 3 എന്ന് എഴുതാം. ഓക്കെ, ഇത് എത്രയുണ്ടാവും? നേരത്തെ നമ്മൾ ഇത് 6 ആയിട്ടല്ലേ എടുത്തത്, റേഡിയസ് അറിയില്ല, അതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ ഈ നീളം നമുക്ക് എത്ര കിട്ടും? 3 പ്ലസ് 6 കിട്ടും. അതായത് ഇത് 3 ആണ്, ഇത് 6 ആണ്. അപ്പൊ 3 പ്ലസ് 6 ഇവിടത്തേക്ക്, 3 ഇവിടത്തേക്ക് എടുക്കുന്നത് 6 മൈനസ് 6. കാരണം ടോട്ടൽ 6, അതിൽ 6 കുറച്ച് 6 മൈനസ്. അപ്പൊ ഇങ്ങനെ കിട്ടും. നോക്കാം, ഇത് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം ഒരു സർക്കിളിന്റെ നോക്കിയാൽ ഇതാ ഇവിടെ വരുന്നത് 90 ഡിഗ്രി അല്ലേ വരുന്നത്. അതുകൊണ്ട് ഒരു സർക്കിളിന്റെ എന്താ വരിക, ക്വാർട്ടർ 4/1 ഭാഗമായതുകൊണ്ട് ഇവിടെ എന്താ ഉണ്ടാവുന്നത്? 90 ഡിഗ്രി ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആകുമ്പോൾ ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറുന്നു. റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതായത് പാദത്തിന്റെ വർഗം പ്ലസ് ലംബത്തിന്റെ വർഗം സമം കർണത്തിന്റെ വർഗം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പൊ ബേസ് സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഈ ഇക്വേഷനിൽ നമ്മൾ ഇതിന്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? ബേസ് നമുക്ക് കിട്ടും 3 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടുന്നത് എത്ര? 6 മൈനസ് r ദ ഹോൾ സ്ക്വയർ പ്ലസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എത്ര കിട്ടി? 3 പ്ലസ് r ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നോക്കാം, ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഏത് വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം? ഇവിടെ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം. ഇത് ഞാനൊന്ന് മായ്ക്കുകയാണ് തൽക്കാലം. ഓക്കെ, ഇവിടെ മായ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് 3 സ്ക്വയർ നമ്മൾക്ക് കിട്ടും 9 എന്ന് കിട്ടും. 6 മൈനസ് r ഹോൾ സ്ക്വയർ, 6 മൈനസ് r ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതാ ഞാനിവിടെ എഴുതാം, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഫസ്റ്റ് a, രണ്ടാമത്തേത് b എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ a സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്ക് പകരം 6 സ്ക്വയർ പ്ലസ് r സ്ക്വയർ, b എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 6 ഇൻറ്റു r. നോക്കെ 2ab, a എന്ന് പറഞ്ഞാൽ 6, b എന്ന് പറഞ്ഞാൽ 6. ഓക്കെ, 2 ഇൻറ്റു 6 ഇൻറ്റു r ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? 3 പ്ലസ് r ദ ഹോൾ സ്ക്വയർ. 3 പ്ലസ് r ദ ഹോൾ സ്ക്വയർ നമുക്ക് നോക്കാം. 3 പ്ലസ് r ഹോൾ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് വേണ്ടത്. എന്താണ് a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്താണ് വരിക നോക്കിയാൽ? അപ്പൊ എന്ത് കിട്ടും? a ഈക്വൽ ടു 3, b ഈക്വൽ ടു r നമ്മൾ കൊടുത്താൽ 3 സ്ക്വയർ പ്ലസ് r സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു r. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഈ എക്സ്പാൻഷൻ ഇവിടെ ഞാൻ മായ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന നോക്കിക്കോ, വാല്യൂസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 9 പ്ലസ് 6ന്റെ സ്ക്വയർ 36 പ്ലസ് r സ്ക്വയർ മൈനസ് 2 6 12 12 6, അതായത് 12 r ഈക്വൽ ടു 3 സ്ക്വയർ 9 പ്ലസ് r സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6, അപ്പോ 6r. ഓക്കെ, നോക്കാം, ഈ ഇക്വേഷനിൽ ഇവിടെയും r സ്ക്വയർ ഉണ്ട്, ഇവിടെയും r സ്ക്വയർ ഉണ്ട്. ഈക്വൽ ക്വാണ്ടിറ്റി ഒരു ഇക്വേഷന്റെ 2 ഭാഗത്തും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് വരുന്നത് എന്താ? 9ഉം 36ഉം ആഡ് ചെയ്താൽ 45 മൈനസ് 12r ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 9 പ്ലസ് 6r എന്ന് കിട്ടും. 9 പ്ലസ് 6r. ഇനി നമ്മൾക്ക് വേണ്ടതാ ഇവരെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെയും ഒരു വേരിയബിൾ ഉണ്ട്, ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്. അപ്പൊ വേരിയബിളിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ കോൺസ്റ്റന്റ് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടും നോക്കിക്കോ. ഈ 9നെ നമ്മൾക്ക് ഇപ്പുറത്തേക്ക് എടുത്താല് 45 മൈനസ് 9 ഈക്വൽ ടു 6r മൈനസ് 12 അപ്പുറത്തേക്ക് പോകുമ്പോ പ്ലസ് 12r. അപ്പുറത്തേക്ക് പോകുമ്പോ എന്ന് പറയുന്നതല്ല, ഇപ്പുറം മൈനസ് 12r ഉണ്ടായതുകൊണ്ട് ഈ ഭാഗത്തും 12r ആഡ് ചെയ്യുക. അപ്പോ ഈ മൈനസ് 12r കട്ട് ചെയ്യും, ഇപ്പുറം
+12 വരും. ഇവിടെ +9 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഈ +9 ഇവിടുന്ന് ഒഴിവാക്കാൻ ഇപ്പുറവും -9 ആഡ് ചെയ്യുക, ഇപ്പുറവും -9 ആഡ് ചെയ്യുക. അപ്പൊ ഇപ്പുറം -9 ആഡ് ചെയ്യുമ്പോൾ 45 -9 ആവും. ഇത് ക്യാൻസൽ ആവും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയുന്നത് എന്താ, വേരിയബിളിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക, കോൺസ്റ്റന്റിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോ ഇത് ഈ തരത്തിൽ 45 9 പോയാൽ നമുക്ക് 36 കിട്ടും. 6r + 12r = 18r എന്ന് കിട്ടും. 36 = 18r ആകുമ്പോൾ നമ്മൾക്ക് കിട്ടും r = 36/18 നമുക്ക് കിട്ടും 2 എന്ന് കിട്ടും. അതായത് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് ഈ റേഡിയസ് ഇതാണ് റേഡിയസ് വരുന്നത്. റേഡിയസ് എത്ര കിട്ടി, 2 എന്ന് കിട്ടി എന്നർത്ഥം. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് 9π എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ വരുന്ന ഏരിയ കിട്ടിയിട്ടുണ്ട്. ഈ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് 9π/2 ആയിരുന്നു ഇതിന്റെ ഏരിയ വന്നു കഴിഞ്ഞിരുന്നത്. ഇനി ബാക്കിയുള്ള ഏത് ഏരിയ കണ്ടുപിടിക്കണം, നമുക്ക് ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ റേഡിയസ് നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ റേഡിയസ് 2 കിട്ടിയത് നമുക്ക് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക, സർക്കിളിന്റെ ഏരിയ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഫോം ചെയ്തു എന്ന് വിചാരിച്ചോ. ഇങ്ങനെ സർക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് 2 ആണെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്താ വരിക, πr² എന്ന് വരും. അപ്പൊ അതിന്റെ പകുതി മാത്രമേ നമ്മൾക്ക് വേണ്ടൂ. അതായത് πr² കണ്ടുപിടിച്ചിട്ട് അതിന്റെ പകുതി πr² എത്ര വരും, ഇത് റേഡിയസ് 6 ആകുമ്പോൾ πr² എന്ന് പറയുന്നത് π × 2² വരും, = π × 4 എന്ന് വരും. അതായത് 4π എന്ന് കിട്ടും. ഏതിന്റെ ഏരിയ, ഈ സർക്കിളിന്റെ ഏരിയ. അപ്പൊ നമുക്ക് അതിന്റെ ഹാഫ് മാത്രമാണ് വേണ്ടത്. അപ്പൊ ഹാഫ് വരുമ്പോ എത്ര കിട്ടും, നമുക്ക് 4πയുടെ പകുതി = നമുക്ക് കിട്ടും 2π എന്ന് കിട്ടും. അപ്പോ ഇപ്പോൾ ഈ ചെറിയ ഈ സെമി സർക്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടും, 2π എന്ന് പറയുന്നത് കിട്ടി. അപ്പൊ ഇനി നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ചെയ്തു നോക്കിയാല് നമ്മൾക്ക് അവസാനം കിട്ടിയ ഡാറ്റകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ആദ്യം നമ്മൾക്ക് കിട്ടിയത് ഇതിന്റെ ഫുള്ള് ഏരിയ 9π, ഈ സെമി സർക്കിളിന്റെ ഏരിയ 9π/2. പിന്നെ നമ്മൾക്ക് കിട്ടിയത് ഏതിന്റെയാണ്, ഇതിന്റെ ഏരിയ നമ്മൾക്ക് കിട്ടിയത് 2π. അപ്പൊ ഇനി ഈ റെഡിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 9π/2 എന്ന് പറയുന്നതും 2πയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയാൽ, 9π/2 2πയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 9π/2 + 4π/2 എന്ന് എഴുതാം. 4π/2 എന്ന് പറഞ്ഞാൽ 2π ആണ്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 13π/2 എന്ന് കിട്ടും. 13π/2 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനെ ചുരുക്കിയിട്ട് ഡെസിമലിറ്റിൽ എഴുതിയാൽ 6.5π എന്ന് കിട്ടും. അതായത് ഇതിന്റെ ഏരിയ നമുക്ക് കിട്ടും, ഇതിന്റെ ഏരിയ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 6.5π. ടോട്ടൽ വരുന്ന ഏരിയ എത്ര, 9π. അപ്പോ ഈ റെഡ് കളറിന്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ ഓഫ് കളേർഡ് പാർട്ടിന്റെ ഏരിയ എത്ര കിട്ടും നമുക്ക്, ഏരിയ ഓഫ് കളേർഡ് പാർട്ട് = 9π ടോട്ടല് -6.5π. അപ്പൊ 9πയിൽ നിന്ന് 6.5π കുറക്കണം. അപ്പൊ 9ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 6.5നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 9 എന്ന് പറഞ്ഞാൽ 9.0 എഴുതാം. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 5 2, അപ്പൊ എത്ര കിട്ടും, 2.5π കിട്ടും. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 2.5π. ഇനി 2.5π നമുക്ക് ഡെസിമലിലേക്ക് എഴുതണമെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂ ആക്കിയിട്ട് പൈയുടെ വാല്യൂ എത്ര കൊടുത്താൽ മതി, 3.14 കൊടുത്തു കഴിഞ്ഞാൽ 5π എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ചിന്തയുടെ കഴിവുകൾ പരമാവധി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പിയാഡിലൊക്കെ വരുന്ന ചോദ്യമാണ് ഞാനിപ്പോ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മിടുക്കരായി വളരുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. കാണാം. ബൈ.